Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. സെക്ഷൻ 28AB ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് സെക്ഷൻ ഡിനോട്ട്സ് ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എക്സെട്ര? ആൻസർ സെക്ഷൻ 28AB. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് മുതലായവരുടെ ഇലക്ഷൻ പിന്നെ റിമൂവൽ ഇവയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 28AB പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. അണ്ടർ സെക്ഷൻ 28AB സബ്സെക്ഷൻ 1, ഹു എലക്ട്സ് ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് ട്രഷറർ? ആൻസർ the committee constituted under section 28 subsection 1 elects them from among themselves. സെക്ഷൻ 28AB സബ്സെക്ഷൻ 1 പ്രകാരം ആരാണ് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ട്രഷററിയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? സെക്ഷൻ 28 സബ്സെക്ഷൻ 1 പ്രകാരം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്നുമാണ് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ട്രഷററിയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് റിക്വയർഡ് ടു remove the president or other officers under section 28AB subsection 2? Answer a motion expressing want of confidence carried with the support of the majority of committee members. സെക്ഷൻ 28AB സബ്സെക്ഷൻ 2 പ്രകാരം എങ്ങനെയാണ് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഒക്കെ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്താക്കുന്നത്? എങ്ങനെയാണ്? ഭൂരിപക്ഷം കമ്മിറ്റി അംഗങ്ങളുടെയും പിന്തുണയോടെ ഒരു വിശ്വാസക്കുറവ് പ്രകടിപ്പിക്കുന്ന പ്രമേയം പാസ്സാക്കിയാണ് അവരെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. whose removal can be initiated under section 28AB subsection 2? Answer president, vice president, treasurer, any other officer of the committee or a delegate appointed by the committee. ആരുടെയൊക്കെ റിമൂവലിനെ കുറിച്ചാണ് സെക്ഷൻ 28AB സബ്സെക്ഷൻ 2 പറയുന്നത്? പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ട്രഷറർ, മറ്റേതെങ്കിലും ഓഫീസേഴ്സ്, പിന്നെയോ കമ്മിറ്റി നിയമിച്ച പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ റിമൂവ് ചെയ്യുന്നത് ഈ സെക്ഷൻ 28AB സബ്സെക്ഷൻ 2 പ്രകാരമാണ്. ഇനി അടുത്തതായി നമുക്ക് സെക്ഷൻ 28B പഠിക്കാം. എന്താണ് സെക്ഷൻ 28B? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. Section 28B subsection 1. Notwithstanding anything contained in this act or in the rules, the government shall by notification in the Gazette constitute a state cooperative election commission for the superintendence, directions and control of the preparation of electoral rolls and for the conduct of all elections to cooperative societies, the state cooperative union and the circle cooperative unions, including election to the president, vice president and representative general body. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 28B. സെക്ഷൻ 28B(1) പറയുന്നു, ഗവൺമെൻറ് ഒരു ഗസറ്റ് പുറപ്പെടുവിച്ചാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിക്കുന്നത്. ഇനി ഡ്യൂട്ടീസ് പറയുമ്പോൾ ഇലക്ഷൻ്റെ മേൽനോട്ടവും നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നതും വോട്ടർ പട്ടിക പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ സംഘത്തിൻ്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ, സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ, പിന്നെ
പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഇവരുടെയൊക്കെ ഇലക്ഷൻ നടത്തുന്നതും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇതിൽ പുതിയ ലേറ്റസ്റ്റ് അമെൻമെൻറ്റിലാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെയും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെയും ഇലക്ഷൻ നടത്തുന്നതും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 28B subsection 2. The State Cooperative Election Commission shall consist of not more than 3 members. One among them shall be the State Chief Cooperative Election Commissioner and others shall be commissioners. The State Chief Cooperative Election Commissioner shall be an officer not below the rank of Special Secretary to Government Law Department. The commissioners shall be persons who are or have been officers of the Department of Cooperation not below the rank of Additional Registrar of Cooperative Societies. സെക്ഷൻ 28B സബ്സെക്ഷൻ 2 പറയുന്നു, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരിൽ കൂടാത്ത അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവരിൽ ഒരാൾ ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറും ബാക്കി 2 പേര് കമ്മീഷണേഴ്സുമായിരിക്കും. ഇവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നതിൽ ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ എപ്പോഴും സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്, ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമുള്ള സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ആയിരിക്കും ഈ ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ. ഈ ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ന്യൂ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്നതാണ്. ഇനി കമ്മീഷണേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അവർ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള അഡീഷണൽ രജിസ്ട്രാറിൽ കുറയാത്ത റാങ്കിലുള്ള ആളായിരിക്കും. അഡീഷണൽ രജിസ്ട്രാറിൻ്റെ താഴേക്ക് പോകാൻ പറ്റില്ല. നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ്, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ and the commissioners shall be for a period of 5 years from the date of assumption of office or 62 years, whichever is earlier, provided that in the case of officers in service, the chief election commissioner and the commissioners shall vacate their offices in their date of superannuation. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും കമ്മീഷണേഴ്സിൻ്റെയും കാലാവധിയെക്കുറിച്ചാണ് പറയുന്നത്. അവർ ചുമതല ഏൽക്കുന്ന അന്ന് മുതൽ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 62 വയസ്സാകുന്ന ആ സമയത്തോ ഏതാണോ ആദ്യമാവുന്നത് അതുവരെയായിരിക്കും അവരുടെ കാലാവധി എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നു, സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയാലും കമ്മീഷണേഴ്സ് ആയാലും വിരമിക്കൽ തീയതി, അതായത് പെൻഷൻ ആവുന്ന അതിനാണ് പറയുന്നത് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. ആ ഡേറ്റിൽ അവരുടെ ഓഫീസിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ in consultation with the registrar have power to fix, alter or revise the maximum and minimum limit of election expenses to be spent by different classes of societies by special or general order. Next, the election commission may fix fee or cost for election process in accordance with the rules made in this behalf. Next, the procedure for payment of election fee or cost shall be such as may be prescribed. ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രാറുമായി കൂടിയാലോചിച്ച് ഒരു പ്രത്യേക അല്ലെങ്കിൽ പൊതു ഉത്തരവ് പ്രകാരം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സംഘങ്ങൾക്ക് ചെലവഴിക്കാവുന്ന പരമാവധി കുറഞ്ഞ തിരഞ്ഞെടുപ്പ് ചെലവുകളുടെ പരിധി നിശ്ചയിക്കുവാനോ അല്ലെങ്കിൽ മാറ്റാനോ പരിഷ്കരിക്കാനോ അധികാരമുണ്ടായിരിക്കും.
ഈ ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾക്കനുസൃതമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഫീസോ ചിലവുകളോ നിശ്ചയിക്കാവുന്നതാണ്. അതുപോലെ തിരഞ്ഞെടുപ്പ് ഫീസോ ചിലവുകളോ അടയ്ക്കുന്നതിനുള്ള പ്രൊസീജിയറും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ 28B subsection 3. The State Cooperative Election Commission shall, in consultation with the government and the registrar, designate or nominate officers and employees of the government to assist the commission in the conduct of election to the committee and a representative general body of such society. Section 28B subsection 4. Subject to the provisions of this Act, the government may by rule make provision with respect to all matters relating to or in connection with the elections to the committee and a representative general body of a society. സബ്സെക്ഷൻ 3യിൽ പറയുന്നു, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രാറും ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ച് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെയും ഇലക്ഷന് വേണ്ടി കമ്മീഷനെ സഹായിക്കുന്നതിനായി സർക്കാരിൻ്റെ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ ജീവനക്കാരെ നിയമിക്കുകയോ നാമനിർദ്ദേശം ചെയ്യുകയോ ചെയ്യും. ഇനി സബ്സെക്ഷൻ 4ൽ പറയുന്നു, ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്കും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സർക്കാരിന് റൂൾ ഉണ്ടാക്കാവുന്നതാണ്. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം. സെക്ഷൻ 28B സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഫോർമേഷൻ. ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ by notification in the Gazette to oversee election to cooperative societies, state cooperative union, circle cooperative unions, the president, vice president and a representative general body. Composition not more than 3 members. State chief cooperative election commissioner. Rank not below the rank of special secretary to government law department. Next, commissioners. Rank not below the rank of additional registrar of cooperative societies. Tenure 5 years or 62 years of age, whichever is earlier. Officers in service vacate office in superannuation. Powers can fix, alter, revise election expense limits, fix election fees, costs and decide payment procedure. Assistants may designate or nominate government officers or employees to assist in elections. Rule making. Government can make rules for all matters related to these elections. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. The only district in Kerala that shares border with Karnataka and Tamil Nadu. Answer Wayanad. Next question. Meaning of embezzle. Answer misappropriate. ദുരുപയോഗം ചെയ്യുക. Next question. Complete the series. 4131, 1377, 459, 153 and dash. Answer is 51. എങ്ങനെയാണ് കിട്ടുന്നത്? ഈ 4131 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പറായ 1377 കിട്ടും. ഇനി 1377 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 459 കിട്ടുന്നുണ്ട്. അതുപോലെ 459 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 153 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 153 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 51 കിട്ടി. Now your turn to answer. Question number 1. To which game Deodar Trophy is related? Next question. Meaning of X party. Next question. 3:81 and 9 dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.